ഹായ് എരിവൺ. GCC വാറ്റ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈ നെയിം ഇസ് മുഹമ്മദ് നൂർ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടാക്സ്. ടാക്സ് എന്താണ്? ഈ ടാക്സ് എന്ന സിസ്റ്റം എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് മിക്ക രാജ്യങ്ങളിലും ഈ ഒരു ടാക്സ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ വേണ്ടിയിട്ടുള്ള ഒരു റിസോഴ്സ്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു റിസോഴ്സ് ആണ്, ഒരു സ്രോതസ്സാണ് എന്ത് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു ടാക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന, അതായത് ഓരോ രാജ്യങ്ങളുടെയും അവരുടെ ഡെവലപ്മെന്റ് നടത്തുന്നതും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത് എല്ലാനും ഈ ഒരു ടാക്സ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നിന്നും ഒരു ഇൻഡിവിജ്വലിൽ നിന്നും ഗവൺമെന്റ് നിർബന്ധമായും കളക്ട് ചെയ്യുന്ന ഒരു എമൗണ്ടിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു ഇൻകം ഉണ്ട്. ആ ഇൻകത്തിന്മേലോ എൻ്റെ ബിസിനസ്സിന്മേലോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്മേലോ ഞാൻ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിന് പേ ചെയ്യുന്നു. അതിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ടാക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ടാക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന ഡെവലപ്മെന്റ് ഓരോ രാജ്യങ്ങളും, നമ്മൾ ഇന്ത്യ മാത്രമല്ല, GCC രാജ്യങ്ങളല്ല, ഓരോ രാജ്യങ്ങളുടെയും അവരുടെ ഡെവലപ്മെന്റ് നടത്തുന്നത് എല്ലാനും നമ്മൾ ഈ ഗവൺമെന്റിന് പേ ചെയ്യുന്ന ടാക്സിൽ നിന്നുമാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ഒരു വ്യക്തികളുടെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ അവിടുത്തെ ഹെൽത്ത്, ട്രാൻസ്പോർട്ടേഷൻസ്, അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പോൾ റോഡ് ഡെവലപ്മെന്റ് ചെയ്യാനും ബ്രിഡ്ജ് ഡെവലപ്മെന്റ് ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് നമ്മൾ ഗവൺമെന്റിന് പേ ചെയ്യുന്ന ടാക്സിൽ നിന്നുമാണ്. ഈ ടാക്സ് ഗവൺമെന്റ് നമ്മളിൽ നിന്ന് പിരിക്കുവാനും നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുവാനും ബാധ്യസ്ഥതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡെവലപ്മെന്റ് ആണത്. അതുകൊണ്ട് തന്നെയാണ് ടാക്സ് എല്ലാം ഇപ്പോൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാനും നമ്മളുടേതാണ് എന്ന് പറയുന്ന ഒരു തിയറി വരുന്നത്. കാരണം നമ്മൾ നൽകുന്ന ടാക്സിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, ട്രാൻസ്പോർട്ടേഷൻസ്, ഗവൺമെന്റ് ഹെൽത്ത് സെന്റേഴ്സ് എല്ലാനും വരുന്നത് അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ടാക്സ്.